ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ചേർന്ന് പറഞ്ഞേ, അത്യാഗ്രഹം മൂലമുണ്ടാകുന്ന ആപത്ത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് പ്രാർത്ഥിച്ച് ആരംഭിക്കാം. കണ്ണുകൾ അടയ്ക്കാം. നിത്യനും വാഴ്ത്തപ്പെട്ടവനുമായ ഞങ്ങളുടെ സ്വർഗ്ഗപിതാവേ, ഈ നല്ല സന്ധ്യയ്ക്കായി നന്ദിയോടെ നിന്നെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു, മഹത്വപ്പെടുത്തുന്നു. കർത്താവേ, 5 മണി മുതൽ ഈ ആലയത്തിലായിരിക്കുന്ന മക്കളുണ്ട്. കർത്താവേ, 5:30 വന്നവരുണ്ട്, 6 മണിക്കും 6:30 വന്നവരുണ്ട്. കർത്താവേ, എപ്പോൾ ഇവിടെ വരാൻ സാധിച്ചുവോ ആ സമയത്തെ ഓർത്ത് കർത്താവേ നന്ദി പറയുന്നു. തുടർന്നുള്ള മണിക്കൂറുകളിൽ നിന്റെ വചനത്തെ നന്നായി ധ്യാനിക്കുക. കൃപ ലഭിക്കേണ്ടതിന് കഴിഞ്ഞ 1 മണിക്കൂർ ഞങ്ങൾ ആരാധനയിലും സ്തോത്രഗീതങ്ങളിലും സ്തുതിഗീതങ്ങളിലായിരുന്നു. കർത്താവേ, അതിൻ്റെ ഒരു ഉണർവ് ഞങ്ങളുടെ മനസ്സിൽ നീ തന്നിട്ടുണ്ട്. അത് കാത്തു സൂക്ഷിച്ച് ശ്രദ്ധയോടെ നിന്റെ വചനത്തിന് മുമ്പിൽ ഇരിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ നന്മകളാലും ഐശ്വര്യങ്ങളാലും ഞങ്ങൾ നിറയ്ക്കണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, സകല വിശുദ്ധന്മാരെ ശുദ്ധിമതികളെ പ്രാർത്ഥിക്കണമേ. കർത്താവായ യേശു ക്രിസ്തുവിന്റെ പരിശുദ്ധ നാമത്തിൽ ഞങ്ങളെ താഴ്ത്തി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഏറ്റെടുക്കണമേ. കൃപയോടെ കേട്ട് ഉത്തരം തരുമാറാകണമേ. ആമേൻ. ഹല്ലേലൂയ. ഒരു നിമിഷം നിങ്ങൾ കണ്ണുകളടച്ച് ഞാൻ അധരം തുറക്കുമ്പോൾ കർത്താവിൻ്റെ വചനം നിങ്ങളോട് സംസാരിക്കുവാൻ, ധൈര്യപൂർവ്വം സംസാരിക്കുവാൻ, വിവേകത്തോടും വിജ്ഞാനത്തോടും കൂടി സംസാരിക്കുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി ഒരു മിനിറ്റ് പ്രാർത്ഥിക്കണമേ എന്ന് ഓർപ്പിക്കും. സുവിശേഷം ദൈവശക്തി, സുവിശേഷം ദൈവശക്തി, അതു രക്ഷയിലേക്കു നയിക്കും ദൈവശക്തി. സുവിശേഷത്തിന്റെ ശക്തി മനസ്സിലാക്കി നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് കഴിയണം. നമ്മൾ പ്രസംഗിക്കുന്ന വിഷയം അത്യാഗ്രഹം മൂലമുണ്ടാകുന്ന ആപത്ത്. വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിന്റെ 17-ാമത്തെ വാക്യം നമ്മൾ ഇങ്ങനെ വായിക്കുന്നു: എന്തെന്നാൽ ഞാൻ ധനവാനാണ്, ഞാൻ സമ്പന്നനായി, എനിക്കൊന്നിനും കുറവില്ല എന്ന് നീ പറയുന്നു. എന്നാൽ നീ ദുരിതപൂർണനും ദയനീയനും ദരിദ്രനും അന്ധനും നഗ്നനുമാണെന്ന് നീ അറിയുന്നില്ല. ഞാൻ നിന്നെ ഉപദേശിക്കുന്നു, നീ ധനികനാകാൻ അഗ്നിശുദ്ധി വരുത്തിയ സ്വർണവും നിന്റെ നഗ്നതയുടെ ലജ്ജ വെളിവാക്കാത്ത വിധം ധരിക്കാൻ ധവള വസ്ത്രങ്ങളും കാഴ്ച ലഭിക്കാൻ കണ്ണിലെഴുതാനുള്ള ലേപവും എന്നോട് വാങ്ങുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, പെട്ടെന്ന് നമ്മളുടെയൊക്കെ മനസ്സ് നമ്മളോട് പറയുന്ന ഒരു തിരുവചനമാണിത്. ഇപ്പൊ ദൈവം സഹായിച്ചൊന്നിനും ഒരു കുറവും ഇല്ല. ഇനി അഥവാ ഇനി എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ അതൊക്കെ പ്രാർത്ഥിച്ച് ദൈവം നടത്തിക്കോളും. വെളിപ്പാട് പുസ്തകത്തിൽ ഇങ്ങനെ നമ്മൾ വായിച്ചു, ശ്രദ്ധിച്ചു കാണുമെന്ന് വിചാരിക്കുന്നു. 3:17 നീ ധനവാനാണെന്ന് പറയുന്നു, ഞാൻ സമ്പന്നനായി, എനിക്കൊന്നിനും കുറവുമില്ല. എന്നാൽ നീ ദുരിതപൂർണനും ദയനീയനും നഗ്നനുമാണെന്ന് നീ അറിയുന്നില്ല. ഹല്ലേലൂയ. ഈ ഒരു തിരിച്ചറിവും കൂടി നമുക്ക് നല്ലതാണ്. അതുകൊണ്ട് നമ്മൾ യഥാർത്ഥ ധനത്തെ പ്രാപിക്കാൻ കർത്താവ് നമ്മളോട് പറയുകയാണ്, ഞാൻ നിന്നെ ഉപദേശിക്കുന്നു, നീ ധനികനാകാൻ അഗ്നിശുദ്ധി വരുത്തിയ സ്വർണവും നിന്റെ നഗ്നതയുടെ ലജ്ജ വെളിവാകാത്ത വിധം ധരിക്കാൻ
ധവള വസ്ത്രങ്ങളും കാഴ്ച ലഭിക്കാൻ കണ്ണിലെഴുതാനുള്ള ലേപവും എന്നോട് വാങ്ങുക. അപ്പൊ ഇന്നത്തെ ദിവസം ഈ സന്ധ്യയിൽ തുറന്നുള്ള മണിക്കൂറുകളിൽ നമ്മൾ ദൈവത്താലുള്ള ധനികനാകാൻ കൃപ ചോദിച്ചു വാങ്ങണം. കൃപയാണ് ഈ പറഞ്ഞ ഇപ്പൊ വായിച്ചു കേട്ട കാര്യങ്ങൾ. അഗ്നിശുദ്ധി വരുത്തിയ സ്വർണം എന്ന് പറഞ്ഞാൽ ദൈവത്തെ നമ്മൾ സ്വന്തമാക്കുക എന്നാണ് അതിൻ്റെ പൂർണ്ണമായ ഒരു അറിവ്. അപ്പൊ ഇന്ന് നമ്മൾ അല്പസമയം ചിന്തിക്കുന്നത് വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 12-ാം അധ്യായം 13 മുതൽ 20 വരെ വാക്യങ്ങളിൽ നിന്ന് ബോഷനായ ഒരു ധനികൻ അവിടെ യേശു പരാമർശിക്കുന്നുണ്ട്. ബോഷനായ ഒരു ധനികൻ. ലൂക്കോസിന്റെ സുവിശേഷം 12-ാം അധ്യായം 13 മുതൽ വാക്യങ്ങൾ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രാർത്ഥനയോടുകൂടി ആയിരിക്കണം. POC ബൈബിളിൽ അതിന് ഹെഡിങ് കൊടുത്തിരിക്കുന്നത് ഭോഷനായ ധനികൻ. ജനക്കൂട്ടത്തിൽ നിന്ന് ഒരുവൻ അവനോട് പറഞ്ഞു, ഗുരു, പിതൃസ്വത്ത് ഞാനുമായി പങ്കുവെക്കാൻ എൻ്റെ സഹോദരനോട് പറയണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ശ്രദ്ധിച്ച് കേട്ട് കാണും, അല്ലെങ്കിൽ ശ്രദ്ധിച്ച് വായിച്ചോട്ടോ. നിങ്ങളുടെ ബൈബിളിൽ അങ്ങനെയല്ലേ തന്നെയല്ലേ? ഗുരു, പിതൃസ്വത്ത് പങ്കുവെക്കാൻ എൻ്റെ സഹോദരനോട് പറയണമേ എന്ന് പറഞ്ഞാൽ കാരണന്മാരായിട്ടുള്ള ഭൂമി പങ്കുവെക്കാൻ കർത്താവിനോട് സഹോദരനോട് പറയണം. നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയല്ലേ? ഭൂമിയൊക്കെ പങ്കുവെക്കുമ്പോൾ കുറവൊന്നും വരരുത് ദൈവമേ, വഴക്കൊന്നും ഉണ്ടാകരുത്, അടിപിടി അക്രമങ്ങളൊന്നും ഉണ്ടാകരുത്, എന്നാൽ കുറഞ്ഞു പോകാനും പാടില്ല അല്ലേ? പ്രാർത്ഥനക്കാരായതുകൊണ്ട് നമ്മൾ അടിപിടി അക്രമങ്ങളൊന്നും ഉണ്ടാകരുത്, സമാധാനം വേണം, എല്ലാ കാര്യങ്ങളും വേണം, എന്നാൽ കുറഞ്ഞു പോകാനും പാടില്ല. ഗുരു ഒന്ന് കൽപ്പിക്കണം, അവരോടൊന്ന് കൽപ്പിക്കണം എന്ന് പറയാം. ഒരു ന്യായമായ ഒരു ചോദ്യത്തിന് ഇങ്ങനെയാണോ മറുപടി പറയണ്ടേ? എങ്ങനെ മറുപടി പറഞ്ഞ്? യേശു പറഞ്ഞ മറുപടി എന്താ? ഹേ മനുഷ്യ, നിങ്ങളുടെ ന്യായാധിപനോ, വായിച്ചു നോക്കിയേ, ഹേ മനുഷ്യ, നിങ്ങളുടെ ന്യായാധിപനോ ഭാഗം വെക്കുന്നവനോ ആയി ആര് നിയമിച്ചു? ഹേ മനുഷ്യ, എന്നെ നിങ്ങളുടെ ന്യായാധിപനോ ഈ സ്വത്ത് ഭാഗം വെക്കുന്നവനോ ആയി ആര് നിയമിച്ചു? ഇതാ നമ്മൾ ആരെങ്കിലും അല്ലെങ്കിൽ ആ മനുഷ്യനും പ്രതീക്ഷിക്കുന്ന മറുപടിയാണോ? ഇന്ന് വരെ അങ്ങനെ നമ്മൾ കേട്ടിട്ടുണ്ടോ? നമ്മൾ ഇന്ന് വരെ കേട്ടിട്ടുണ്ട് നമ്മുടെ സകല കാര്യങ്ങളിലും ഇടപെടുന്ന ഒരു യേശു ക്രിസ്തുവിനെ അല്ലേ? ഉറക്കെ പറഞ്ഞേ, ആണോ? ഉറക്കെ പറ. ഞാൻ ഇന്ന് വരെയും മനസ്സിലാക്കിയിരിക്കുന്നത്, അങ്ങനെ പറയണം, ഞാൻ ഇന്ന് വരെയും മനസ്സിലാക്കിയിരിക്കുന്നത് എൻ്റെ സകല കാര്യങ്ങളിലും ഇടപെടുന്ന യേശുവിനെയാണ്. പക്ഷെ ഇപ്പോ ഇവിടെ ഇങ്ങനെ പറഞ്ഞതിന്റെ കാരണം എന്താണ്? എന്നെ നിങ്ങളുടെ ന്യായാധിപനും ഭാഗം വെക്കുന്നവരുമായി ആര് നിയമിച്ചു എന്ന് ആ മനുഷ്യനോട് ചോദിക്കുന്ന ചോദ്യം ഇന്ന് എന്നോടും ചോദിക്കുകയാണ് അല്ലേ? നമ്മളൊക്കെ ഇങ്ങനെ, നിങ്ങൾ കുടുംബസ്വത്തിനൊക്കെ വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. സഭയ്ക്ക് സ്വസ്ഥതയും സമാധാനം കിട്ടാനും പള്ളികളും സഭാസ്വത്തുകളും നഷ്ടപ്പെടാതിരിക്കാനും വേണ്ടി സ്ഥിരം പ്രാർത്ഥിക്കണമെന്ന് പറയുന്നവരാണ്. പ്രത്യേകിച്ച് ഞാനൊക്കെ ധാരാളം പള്ളികളിൽ, ഈ കേസൊക്കെ നടക്കുന്ന പള്ളികളിൽ പോയി വചന ശുശ്രൂഷയ്ക്ക് പോയിട്ടുണ്ട്. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ അവര് പ്രത്യേകിച്ച് ഈ തർക്കം നടക്കുന്ന സമയത്ത് വലിയ ജനാവലികളൊക്കെ കൂടി വന്നിട്ട് ഒരു പാർട്ടി കയറാൻ വന്നിരിക്കുന്നു, ഒരു പാർട്ടി കേറ്റൂല എന്ന് പറയാനുള്ള ഈ അവസരങ്ങളിൽ പല പള്ളികളിലും പോയി ഇങ്ങനെ പ്രസംഗിക്കുവാനിടയായിട്ടുണ്ട്. പല പള്ളികളിലും പോയി പ്രാർത്ഥിക്കാനൊക്കെ ഇടയായിട്ടുണ്ട്.
അപ്പോ എനിക്ക് മനസ്സിലാകും, കുടുംബ സ്വത്തിനായാലും പള്ളി സ്വത്തിനായാലും എല്ലാവരും പ്രാർത്ഥിക്കുകയാണ് ആരിടപെടണമെന്ന്? കർത്താവ് ഇടപെടണമെന്ന്. അപ്പൊ കർത്താവ് എന്തുകൊണ്ട് ഇങ്ങനെ ഒരു മറുപടി പറഞ്ഞു എന്നൊരിക്കലും ചിന്തിക്കുന്നില്ല. അത് ചിന്തിച്ചാൽ മാത്രമേ നമ്മുടെ കാര്യങ്ങളിൽ കർത്താവ് ഏതൊക്കെ കാര്യത്തിൽ ഇടപെടും, എങ്ങനെയൊക്കെ ഇടപെടുമെന്ന് ചിന്തിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുവാനായിട്ട് കഴിയുള്ളൂ. ഹല്ലേലൂയ. ഏറ്റു പറഞ്ഞേ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അനന്തരം 15-ാമത്തെ വാക്യം പറയാണ്, അനന്തരം അവൻ അവരോട് പറഞ്ഞു, ജാഗരൂകരായിരിക്കുവിൻ, എല്ലാ അത്യാഗ്രഹങ്ങളിൽ നിന്നും അകന്നിരിക്കുകയും ചെയ്യുവിൻ. ജീവിതം സമ്പത്ത് കൊണ്ടല്ല ധന്യമാകുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇപ്പൊ കാര്യം മനസ്സിലായി കാണുമോ? എന്തുകൊണ്ടാണ് ആ മനുഷ്യനോട് കർത്താവ് ഇങ്ങനെ പറഞ്ഞതിന്റെ കാര്യം മനസ്സിലായി കാണുമോ? മനസ്സിലായില്ല. ഒന്നും കൂടി പറഞ്ഞുതരാം. ജാഗരൂകരായിരിക്കുവിൻ, എല്ലാ അത്യാഗ്രഹങ്ങളിൽ നിന്നും അകന്നിരിക്കുകയും ചെയ്യുവിൻ. അപ്പോൾ സഹോദരനുമായിട്ട് പിതൃസ്വത്ത് ഭാഗം വെച്ച് തരണം, സഹോദരനോട് കൽപ്പിക്കണമെന്ന് പറയുമ്പോൾ ഈ മനുഷ്യന്റെ ഉള്ളിൽ എന്താണ് കർത്താവ് കാണുന്നത്? ഇവൻ അത്യാഗ്രഹിയാണ്, ഇവന് വിട്ടുവീഴ്ചയ്ക്ക് മനസാക്ഷിയില്ല, ഒന്നും വിട്ടുകൊടുക്കാൻ തയ്യാറല്ല. അവരന്റെ ഒന്നും വേണ്ട എന്ന് ചിലപ്പോൾ ചിന്തിക്കേണ്ടായിരിക്കാം, പക്ഷേ അവനവൻ അർഹതപ്പെട്ടത് ഒരു നുള്ളു പോലും നഷ്ടപ്പെടാതെ കൃത്യമായി കിട്ടണം. അത് സത്യത്തിൽ അത്യാഗ്രഹമുള്ളവർക്ക് അങ്ങനത്തെ ചിന്ത. അത്യാഗ്രഹമില്ലാത്തവര് എന്തു പറയും? കൊണ്ടുപോയിക്കോ, ഇതും കൂടി കൊണ്ടുപോയിക്കോ എന്ന് പറയും. അപ്പൊ ഞാൻ ഈ പള്ളികളിൽ ഇങ്ങനെ പ്രസംഗിക്കാൻ ചെല്ലുമ്പോ ഇങ്ങനെ ഒരു പാട്ട് പാടും, വിവാഹ കൂദാശയുടെ ഒരു പാട്ടാണ്. വിശ്വസ്തേ സഭയെ ഉള്ളിൽ ക്ലേശം ലേശം വേണ്ട, അപരന നീ മോഹിക്കാത്തതിനാൽ നിന്നെ ഞാനും കൈവെടിയില്ല. ലോകത്തിനവസാനത്തിൽ പാരും വാനുമഴിഞ്ഞാലും വാഴും നീയാപത്തന്നെ. താതാത്മജവിമലാത്മാവിൻ ഗേഹം പാർത്താൽ നിൻ ത്രോണോസാം. ഞാനിങ്ങനെ പാടാറുണ്ട് അവിടെ. ഈ തർക്കം നടക്കുന്ന പള്ളികളിലൊക്കെ പ്രസംഗിക്കാൻ ചെല്ലുമ്പോൾ ആ പള്ളിയിൽ പാടുന്ന ഒരു പാട്ടാണ്, വിവാഹ കൂദാശയുടെ ഒരു പാട്ടാണ്. വിശ്വസ്തേ സഭയെ ഉള്ളിൽ ക്ലേശം ലേശവും വേണ്ട, അപരന നീ മോഹിക്കാത്തതിനാൽ നിന്നെ ഞാൻ കൈവിടുകയും. അപ്പൊ സഭയുടെ അപരനാരാണ്? സഭയുടെ മണവാളനും വിശുദ്ധനും രക്ഷകനും നാഥനും പരിപാലകനും യേശുക്രിസ്തു അല്ലേ? അപ്പൊ യേശുക്രിസ്തുവിന്റെ അപരൻ ആരാണ്? യേശുക്രിസ്തുവിന്റെ അപരൻ ആരാണെന്ന് അറിയണമെങ്കിൽ സദൃശവാക്യങ്ങൾ 18-ാം അധ്യായത്തിന്റെ 10-11 വാക്യം വായിച്ച്. സദൃശവാക്യങ്ങൾ 18-ാം അധ്യായം 10-11 വാക്യങ്ങൾ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ചേർത്ത് പറഞ്ഞ് ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. 18-ാം അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യം ഞാൻ വായിക്കാം. കർത്താവിന്റെ നാമം കർത്താവിന്റെ നാമം ബലിഷ്ഠമായ ശക്തി ഗോപുരമാണ്. നീതിമാൻ അതിലേക്ക് ഓടിക്കയറി സുരക്ഷിതനായി കഴിയും. നീതിമാൻ അതിലേക്ക് ഓടിക്കയറി സുരക്ഷിതനായി കഴിയുന്നു. എന്നാൽ 11-ാമത്തെ വാക്യം, സമ്പത്താണ് ധനികന്റെ ബലിഷ്ഠമായ നഗരം. ഉയർന്ന കോട്ട പോലെ അത് അവനെ സംരക്ഷിക്കുന്നു. ഹല്ലേലൂയ.
അപ്പൊ അപരൻ എന്ന് പറഞ്ഞാൽ ധനം. മനസ്സിലായോ? അപരൻ ധനമാണ്. അപ്പോ സമ്പത്താണ് എന്ത്? സമ്പത്താണ് ധനികന്റെ ശക്തി നഗരം. മനസ്സിലായോ? നമ്മുടെ എല്ലാവരുടെയും ഉള്ളിലെ ആഗ്രഹം എന്താണ്? സമ്പത്തുണ്ടെങ്കിൽ പേടിക്കണ്ട, എന്തോ ആകാന്നുള്ള ഇതൊന്നും നമുക്കില്ല. അങ്ങനെ അത്രയും വലിയ അഹങ്കാരമൊക്കെ ഉണ്ടോ? സമ്പത്തുണ്ടെങ്കിൽ പേടിക്കണ്ട. അന്ന് അപ്പം തന്ന സ്ത്രീധന കാശൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് 10 സെന്റ് സ്ഥലം മേടിച്ചിട്ടായിരുന്നെങ്കിൽ, അല്ലേ? മനസ്സിലായില്ലേ? എന്തോരം കാശ് കൊണ്ടുവന്നാ എല്ലാം ഇങ്ങനെ നശിപ്പിച്ചു കളഞ്ഞു. എന്തോരം സ്വർണം ഉണ്ടെന്നാ എല്ലാം നശിപ്പിച്ചു കളഞ്ഞു. ഇന്നിപ്പോ പുറകിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോ ഒന്നുമില്ല. അപ്പൊ സമ്പത്താണ് ധനികന്റെ ബലിഷ്ഠമായ നഗരം. അപ്പൊ അപരൻ എന്ന് പറഞ്ഞാൽ ധനമാണ്. നമ്മുടെ രക്ഷയും കോട്ടയും അഭയസ്ഥാനവും യേശു ക്രിസ്തു. പക്ഷെ നമ്മൾ മറുവശത്ത് സമ്പത്തിനെ നമ്മൾ നമ്മുടെ രക്ഷകനായി അംഗീകരിച്ചിരിക്കുന്നു. അതുകൊണ്ട് നമ്മുടെ ഉള്ളിൽ എന്തുണ്ട്? അത്യാഗ്രഹമുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ ഉള്ളിൽ എന്തുണ്ട്? അത്യാഗ്രഹം ഉണ്ട്. ഇപ്പൊ പാട്ട് പാടിയതിന്റെ അർത്ഥം മനസ്സിലായോ? ഉള്ളിൽ ക്ലേശം ലേശം വേണ്ട, അപരനെ നീ മോഹിക്കാത്തതിനാൽ നിന്നെ ഞാൻ. അപ്പൊ മോഹിച്ചാലോ കൈവിടും. ഹല്ലേലൂയ. അപ്പൊ എന്ത് ചെയ്യണം? ഉള്ളില് എന്ത് ചെയ്യണം? സമ്പത്തിനോട് വലിയ അത്യാഗ്രഹം ഉണ്ടോന്ന് പരിശോധിച്ചു പോകണം. ഇപ്പൊ കേട്ടുകൊണ്ടിരിക്കുമ്പോഴേ സമ്പത്തിന് പേടി, പൈസ നഷ്ടാവുമ്പോ പേടി, അല്ലേ? ഒരു ചിട്ടി വിളിക്കാൻ പോയിട്ട് ലേലത്തുക ഇച്ചിരി കൂടി പോയാൽ സകലരഭ്യരാകും, അല്ലേ? ശരിയല്ലേ? മനസ്സിലായില്ലേ? ഒരു പശുവിനെ വെക്കാൻ ഇട്ടിട്ട് ഇച്ചിരി കാശം കുറഞ്ഞു പോയാൽ ദേഷ്യം വരും. പശുവിനെ മേടിച്ചിട്ട് ഉദ്ദേശിച്ച പാല് 10 ലിറ്റർ കിട്ടുമെന്ന് പറഞ്ഞ് കിട്ടിയപ്പോ 8 കിട്ടിയുള്ളൂ. ദേഷ്യം വരില്ലേ? അല്ലേ? ഇങ്ങനെ കുറയും തോറും നമുക്ക് ദേഷ്യം വരും. കച്ചവടം കുറഞ്ഞാൽ ദേഷ്യം വരും. ശരിയല്ലേ? വിളവ് കുറഞ്ഞാൽ ദേഷ്യം വരും. ശമ്പളം കുറഞ്ഞാൽ ദേഷ്യം വരും. കുറയും തോറും നമുക്ക് എന്ത് വന്നുകൊണ്ടിരിക്കും? കൂടുന്തോറും എന്ത് വന്നുകൊണ്ടിരിക്കും? സന്തോഷം വന്നുകൊണ്ടിരിക്കും. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മുടെ ഉള്ളിലൊക്കെ ആ കുഞ്ഞു പാപം കിടക്കുകയാണ്, അല്ല വലിയ പാപം കിടക്കുകയാണ്. എന്താണ്? അത്യാഗ്രഹം. അത്യാഗ്രഹം ഏത് പാപത്തിൽ പെടും എന്നറിയാമോ? മരണകരമായ പാപത്തിൽ പെടും. നമ്മൾ നരകത്തിലേക്ക് തള്ളിവിടുന്ന പാപത്തിൽ പെടും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണമെന്ന് ആ പാട്ടിൽ പാടിയത്? ഉള്ളിൽ കേസം ലേശം വേണ്ട, അപരനെ നീ മോഹിക്കാത്തതിനാൽ നിന്നെ ഞാനും കൈവിടില്ല. ലോകത്തിന്റെ അവസാനത്തിൽ പാരും വാനും അഴിഞ്ഞാലും, ലോകവും ആകാശവും ഭൂമിയും ഒക്കെ പോയാലും നീ ആപത്ത് കൂടാതെ വാഴും. വാഴുമ്പോ എന്താ സംഭവിക്കുന്നത്? വാഴണമെങ്കിൽ എന്ത് ചെയ്യണം? താതാത്മജവിമലാത്മാവിൻ ഗേഹം പാർത്താൽ നിൻ ത്രോണോസാം. താതൻ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും വീട് വാസസ്ഥലം എവിടെയാന്ന് ഞാൻ അന്വേഷിച്ചാൽ പാർത്താൽ നിന്റെ ത്രോണോസ് ആണ്. അതുകൊണ്ട് നിന്റെ ത്രോണോസിൽ നിന്ന് കിട്ടുന്ന ഈ വിശുദ്ധ കുർബാന വഴി ഞാൻ സകലത്തിനും മതിയാകും. എന്റെ കഷ്ടതയിലും എന്റെ ദാരിദ്ര്യത്തിലും ഇതൊക്കെ പങ്കുവെക്കുമ്പോൾ വിട്ടുകൊടുക്കാനും വേണ്ടാന്ന് വെക്കാനും ഉപേക്ഷിക്കാനൊക്കെ ഈ കുർബാന എന്നെ ബലപ്പെടുത്തും. മനസ്സിലായില്ല? അതിൽ ഞാൻ ചേർന്ന ഒരു പാട്ടും കൂടി പാടും. അത് കത്തോലിക്ക സഭയില്, സീറോ മലബാർ സഭയില് ശവസംസ്കാര ശുശ്രൂഷയിൽ പാടുന്ന പാട്ടാണ്. സങ്കീർത്തനത്തിൽ നിന്ന് 84 സങ്കീർത്തനത്തിലെ ദൈവവചനമാണ്. നിങ്ങൾ ചിലപ്പോൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഞാനത് പാടാം. ബലിപീഠത്തിൽ കൂട് ചമയ്ക്കും പ്രാവുകണക്കെ തിരുസഭ നിൽപ്പോ, കൂടു തകർത്ത പ്രാക്കളയെല്ലാം കുരുതി കഴിക്കാൻ സർപ്പമണഞ്ഞു. കർത്താവേ, നിൻ ദിവ്യ നിണത്താൽ നേടിയ സഭയെ കൈവെടിയല്ലേ.
ബലിപീഠത്തിൽ കൂട് ചമക്കുന്ന, അല്ലെ, സങ്കീർത്തനത്തിൽ അങ്ങനെ പറയുന്നത്, ഒരു മുയൽ പക്ഷി തന്റെ കുഞ്ഞിന്, കുരുകിൽ തന്റെ കുഞ്ഞുങ്ങൾക്കും ഒരു കൂട് ദൈവമേ നിന്റെ ബലിപീഠത്തിനരികെ കണ്ടെത്തിയിരിക്കുന്നു. ബലിപീഠത്തിൽ കൂട് ചമയ്ക്കുന്ന ഈ കുരുവി കണക്കെ, ഈ പ്രാവ് കണക്കെ സഭ നിൽക്കുകയാണ്. ഈ കൂട് തകർത്ത്, അല്ലെ, പള്ളി പൂട്ടിയ വിശുദ്ധ കുർബാനയില്ല, ബഹളം ഉണ്ടാക്കിയ കുർബാനയില്ല. ഈ കൂട് തകർത്ത് ഈ പ്രാക്കളെല്ലാം കുരുതി കഴിക്കാൻ സർപ്പമാണ്. ഈ ബലിപീഠത്തിൽ നിന്നാണ് നമുക്ക് ശക്തി കിട്ടുന്നത് എന്ന യാഥാർത്ഥ്യം സാത്താൻ മനസ്സിലാക്കി ബലിപീഠം തകർക്കുക എന്ന് പറഞ്ഞാൽ, ഒന്നുകൂടി പറഞ്ഞാൽ, വിശുദ്ധ കുർബാനയ്ക്ക് നമ്മൾ വേണ്ടതെന്നുള്ള ശ്രദ്ധ കൊടുക്കാതെ ധനത്തിന് ശ്രദ്ധ കൊടുത്ത് ദേവാലയത്തിൽ പോകുന്നതെല്ലാം ധനാഗമ മാർഗങ്ങൾ കറക്റ്റ് ആവാൻ. അതുകൊണ്ടാണ് കുർബാന ആരംഭിച്ചാലും അധികം ആളുകൾ പള്ളിയിലില്ല. പക്ഷെ മധ്യസ്ഥ പ്രാർത്ഥനയുടെ സമയത്ത് ഫുൾ ആളുകളാണ്, അല്ലേ? അപ്പൊ പണത്തിനു വേണ്ടി വീട്ടിലായാലും വ്യക്തി ജീവിതത്തിലായാലും സമൂഹത്തിലായാലും രാഷ്ട്രീയത്തിലാണെങ്കിലും ദേവാലയത്തിലാണെങ്കിലും പണത്തിന്റെ അളവിന്റെ കുറവും കൂടുതലും വെച്ചിട്ട് പ്രശ്നമുണ്ടാക്കുകയാണ്. അപ്പോൾ ഈ ചെറുപ്പക്കാരനോട് പറയുകയാണ് കർത്താവ്, സകല അത്യാഗ്രഹവും വിട്ട് ഒഴിഞ്ഞുകൊള്ളുക. ഉണ്ടോ? അവിടെ കൂട് തകർത്ത പ്രാക്കളെയെല്ലാം കുരുതി കഴിക്കാൻ സർപ്പം അടഞ്ഞു. കർത്താവെ, നിന്റെ ദിവ്യ നീണത്താൽ, നിന്റെ രക്തത്താൽ വീണ്ടെടുത്ത സഭയെ, എന്നെ നീ കൈവടിയരുതേ. എന്നിലുള്ള ധനമോഹം എടുത്തു മാറ്റണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.